പ്രമുഖ പത്രങ്ങളിൽ പരസ്യം നൽകി പെൺവാണിഭവും തട്ടിപ്പും നടത്തുന്ന സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നു. ഈ സംഘങ്ങളുടെ പ്രവർത്തനം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നെങ്കിലും പോലീസ് സ്വീകരിക്കുന്ന നിസ്സംഗതയാണ് പ്രശ്നകാരണം. മൊബൈൽ ഫോണിലൂടെ ഈ സംഘത്തെ ഏത് സമയത്തും ബന്ധപ്പെടാൻ കഴിയുമെങ്കിലും ഇവരെ പിടികൂടാൻ പോലീസിന് സാധിക്കുന്നില്ല. കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ പരസ്യം നൽകി പെൺവാണിഭം നടത്തുന്ന സംഘത്തെക്കുറിച്ച് റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. വാർത്ത വന്നതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് പത്രങ്ങളിലെ പരസ്യം അപ്രത്യക്ഷമായി. എന്നാൽ വീണ്ടും പെൺവാണിഭ സംഘം ഇതേ പത്രങ്ങളിൽ പരസ്യം നൽകിയിട്ടുണ്ട്. അന്ന് നൽകിയിരുന്ന അതേ മൊബൈൽ ഫോണിൽ തന്നെയാണ് വീണ്ടും സംഘം പ്രവർത്തിക്കുന്നത്. പത്രങ്ങളിൽ പരസ്യം നൽകി പെൺവാണിഭവും തട്ടിപ്പും നടത്തുന്ന സംഘത്തെക്കുറിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും സംഘത്തെ പിടികൂടാൻ പോലീസിന് കഴിയാതെയായതോടെയാണ് റിപ്പോർട്ടർ വാർത്ത നൽകിയത്. എന്നാൽ കുറച്ചു ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പെൺവാണിഭ സംഘം കൂടുതൽ വിപുലമായി തന്നെ തട്ടിപ്പ് തുടരുകയാണ്. സ്ത്രീകളെ മാംസക്കച്ചവടത്തിന് എത്തിച്ചു നൽകാമെന്നാണ് ആദ്യമായി വിളിക്കുന്നവരോട് പോലും സംഘത്തിന്റെ വാഗ്ദാനം. ലേഡീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താക്കന്മാരൊക്കെ വിദേശത്തുള്ളവരുടെ ഭാര്യമാര്, പ്രായം അധികമായിട്ടും കല്യാണം കഴിയാത്ത ഫീമെയിൽ, കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താക്കന്മാരിൽ നിന്ന് സെക്സ്വലി, ഫിസിക്കലി, മെന്റലി സാറ്റിസ്ഫാക്ഷൻ ഒന്നും ലഭിക്കാത്ത ഫീമെയിൽ, കുറച്ച് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഡിവോഴ്സീസ്, വിഡോസ്, കോളേജ് സ്റ്റുഡൻസ്, എയർ ഹോസ്റ്റസ്, മോഡൽ, ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ടുള്ള ലേഡീസ് അവരുമായിട്ട് എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു പാർട്ണറെയാണ് അവർ നോക്കുന്നത്. ടവർ ലൊക്കേഷൻ നോക്കി സംഘത്തെ പിടികൂടാൻ പോലീസിന് കഴിയുമെന്നിരിക്കെ അതിനും പോലീസ് ശ്രമിക്കുന്നില്ല. പെൺവാണിഭ സംഘത്തിനെതിരെ പരാതിയും മതിയായ തെളിവുകളും നൽകിയിട്ടും പോലീസ് കാട്ടുന്ന ഈ അലംഭാവം ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുകയാണ്. പോലീസിന് പോലും ഇത്തരം തട്ടിപ്പ് സംഘത്തിൽ പങ്കുണ്ടോ എന്നാണ് ഉയരുന്ന സംശയം. ഷഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.